പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 കൊമേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട പേപ്പറായ ബിസിനസ് സ്റ്റഡീസ് കോഡ് നമ്പർ 319 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 6ാമത്തെ ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ടാണ്. ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സുകൾക്കൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഇപ്പോൾ അടുത്ത് സിലബസ് അപ്ഡേഷൻ നടന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പുസ്തകം റിവേഴ്സ് ചെയ്യുകയും പഴയ പുസ്തകം 24 ചാപ്റ്റർ ആയിരുന്നു, പിന്നെ അതിനെ റിവേഴ്സ് ചെയ്ത് 23 ചാപ്റ്ററിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഈ 23 ചാപ്റ്ററിൽ 60% ഭാഗങ്ങൾ മാത്രമേ 60% പോർഷൻസ് മാത്രം നമ്മൾ എക്സാമിന് പഠിച്ചാൽ മതി 23 ചാപ്റ്ററിൽ. ബാക്കി വരുന്ന 40% അസൈൻമെന്റ് ചാപ്റ്ററാണ്. ആ 60%ത്തിൽപ്പെട്ട ഒരു ഭാഗമാണ് ഈ 6ാമത്തെ ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്. ഗൈഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ്. നമുക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുന്നത്. ഇങ്ങനെ 1-2 ചാപ്റ്റർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണെങ്കിലും അതിന്റെ അർത്ഥം എക്സാമിന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, എല്ലാ വിഷയത്തിന്റെയും ഗൈഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് വഴി അയച്ചു തരുന്നതാണ്. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഭാഗങ്ങളിൽ നമുക്കറിയാം, ഈ സബ്ജക്റ്റ് മാറിയതിനനുസരിച്ച്, സിലബസ് മാറിയതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സിയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയിട്ടുണ്ട്. പഴയ സിലബസിനനുസരിച്ച് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്തുകയും വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് വെട്ടിച്ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളും കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഏകദേശം 50% ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞു. മാനേജ്മെന്റ് എന്താന്നുള്ളതും അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ്, അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ ലെവൽസ്, മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ, ആസ് എ ഗ്രൂപ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് വെറും 5 ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞ് നമ്മൾ അവസാനിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് യു മീൻ ബൈ കോർഡിനേഷൻ? എന്താണ് കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകോപനം എന്നാണ് ഇതിന്റെ മലയാളത്തിൽ പറയുന്നത്. എന്താണ് ഏകോപനം എന്ന് പറയുന്നത്? ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വിവിധ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കാൻ, ഒരു സ്ഥാപനത്തിന്റെ ആയിക്കോട്ടെ ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി വിവിധ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റിന്റെ എല്ലാ തലങ്ങളിലും, ടോപ്പ് ലെവൽ ആയിക്കോട്ടെ, മിഡിൽ ലെവൽ ആയിക്കോട്ടെ, ലോവർ ലെവല്, എല്ലാ മേഖലകളിലും കോർഡിനേഷൻ അത്യാവശ്യമാണ്. രണ്ടാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. ഏകോപനത്തിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്നാണ് പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പൊ ആധുനിക ഇന്ന് വരുന്ന മോഡേൺ ബിസിനസ് ഒക്കെ വളരെ വലിയ രീതിയിലുള്ള ബിസിനസ്സുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ബിസിനസ് തുടങ്ങണമെങ്കിൽ പുതിയ പുതിയ രീതിയിലുള്ള ടെക്നിക്കുകളും അതേപോലെ തന്നെ കൂടുതൽ മൂലധനങ്ങളും ടെക്നോളജിയൊക്കെ ഒന്ന് കൂടുതൽ ആവശ്യമാണ്. അപ്പൊ അതിന് നമുക്ക് ഒരുപാട് മൂലധനം ആവശ്യം വരും. അതേപോലെ തന്നെ ധാരാളം നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഒട്ടേറെ ആളുകൾ ജോലിക്ക് നിയമിക്കപ്പെടും. അങ്ങനെ ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമായിട്ട് ഏകോപിക്കാൻ വേണ്ടി കൺട്രോൾ സംവിധാനം ആവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ കോർഡിനേഷൻ ആസ് എസെൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ്. മാനേജ്മെന്റിന്റെ ഭാഗം എന്ന നിലയ്ക്ക് ഏകോപനത്തെ വിശദീകരിക്കാനാണ്. ആധുനിക ബിസിനസ് സംവിധാനം, അത് നമ്മളിപ്പോ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളെ ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലേ, അത് ഇന്ന് വരുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ബിസിനസ്സാണ്. ഒരുപാട് മൂലധനം വേണം, യന്ത്രങ്ങൾ വേണം, ഒരുപാട് രീതിയിൽ ഉൽപാദനം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരുപാട് തൊഴിലാളികളെ നിയമിക്കുന്നുണ്ട്. അപ്പൊ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് എന്താണ് കൺട്രോളിങ് വേണം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ആൻസർ ഒന്നാണ്, ഇമ്പോർട്ടൻസും എസൻസിന്റെ ആൻസർ ഒന്നാണ്.
നാലാമത്തെ ചോദ്യമാണ് സ്റ്റേറ്റ് ദി 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഗിവൺ ബൈ ഹെൻറി ഫയോളിന്റെ 14 തത്വങ്ങൾ ഏതൊക്കെ? ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ, അതായത് ഹെൻറി ഫയോൾ എന്ന വ്യക്തിയാണ് മാനേജ്മെന്റ് തത്വങ്ങൾ 14 തത്വങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ 14 തത്വങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ തത്വമായിട്ട് വരുന്നത് തൊഴിൽ വിഭജനം എന്നാണ്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഒരാൾ ഒരു ജോലി ചെയ്യുന്നതിന് പകരം അയാൾക്ക് അത് ഭാരം മാറിയിരിക്കും. ഇപ്പൊ ഒരു സ്ഥാപനമാണെങ്കിൽ ആ മാനേജർ മാത്രം ഫുള്ള് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരു സ്കൂളാണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൾ ഫുള്ള് ജോലി ചെയ്യാൻ അയാൾക്ക് പ്രയാസങ്ങൾ വരും. പക്ഷെ ഈ ജോലി, ഒരു സ്ഥാപനത്തിൽ വരുന്ന ജോലികൾ പല ആളുകൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തർക്കും ചെയ്യാൻ അവരുടെ എക്സ്പീരിയൻസും കഴിവിനനുസരിച്ച് അവരെ നോക്കി വിഭജിച്ചു കൊടുക്കാം. ഓക്കെ, അതാണ് തൊഴിൽ വിഭജനം എന്ന് പറയുന്നത് കേട്ടോ. ഓരോരുത്തർക്കും അവരുടെ കഴിവിനനുസരിച്ചിട്ട് ജോലി വിഭജിച്ചു കൊടുക്കുക. ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞാൽ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന അധികാരമാണ്. അധികാരം എന്ന് പറയുന്നത് മാനേജ്മെന്റിന് അധികാരമുണ്ട്. സ്ഥാപനമാകുമ്പോൾ ടോപ്പ് ലെവലായിക്കോട്ടെ, അവിടെ മാനേജർ, ചീഫ് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മെയിൻ ആളുകളാണെങ്കിൽ അവർക്കൊക്കെ എന്താണ് അധികാരങ്ങളുണ്ട്. ആ അവരുടെ അധികാരങ്ങളൊക്കെ അനുസരിക്കേണ്ടത് താഴെ കിടങ്ങിലുള്ള ആളുകളാണ്. അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു മാനേജ്മെന്റിന്റെ അധികാരത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടത് താഴെ കിടക്കുള്ള ആളുകളാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ പറയുന്നത് അച്ചടക്കമാണ്. മാനേജ്മെന്റ് തത്വങ്ങൾ ഡിസിപ്ലിൻ ആണ്. അനുസരണം, അധികാരികളോടുള്ള ബഹുമാനം, സ്ഥാപനത്തിന്റെ മേലധികാരികളുടെ റെസ്പെക്ട്, സ്ഥാപന നിയമങ്ങളുടെ പാലനം, ഇതൊക്കെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം സുഖമായി നടത്തിപ്പോണെങ്കിൽ അച്ചടക്കം ആവശ്യമാണ്. തൊഴിലാളികൾ മാത്രം അച്ചടക്കം പാലിച്ചാൽ പോരാ, മാനേജ്മെന്റിൽ ഉൾപ്പെട്ടവരും അച്ചടക്കം വേണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ വ്യക്തമായ നിയമങ്ങൾ, ശിക്ഷിക്കാനുള്ള നിയമങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അച്ചടക്കം എല്ലാവരുടെ ഇടയിലും വേണം. മാനേജറുടെ ഇടയിൽ മാത്രം പോലെ തൊഴിലാളികൾക്ക് വേണം. മാനേജർ പറഞ്ഞ കാര്യങ്ങൾ തൊഴിലാളികൾ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് അതിനുള്ള കർശനപരമായ ശിക്ഷാ നടപടികളൊക്കെ അവിടെ നടപ്പിലാക്കണം. എന്നാൽ മാത്രമേ ഒരു സ്ഥാപനം സുഖമായി പോകുള്ളൂ എന്ന് പറയും. പിന്നെ പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കീഴ് ജീവനക്കാരൻ ഒരു മേധാവിൽ നിന്നുള്ള കാര്യങ്ങൾ കേൾക്കാം. ഒരു സമയത്ത് ഒരു സ്കൂളിൽ ഒരു പ്രിൻസിപ്പൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള അധ്യാപകർ തരുമ്പോൾ ആ പ്രിൻസിപ്പളിൽ നിന്നുള്ള വിവരങ്ങളാണ്. ഒന്നിലധികം പ്രിൻസിപ്പൾ ഉണ്ടാകുമ്പോൾ അവിടെ കൺഫ്യൂഷൻ വരും. എന്നതുപോലെ തന്നെയാണ് ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു മാനേജർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളാണ് താഴെക്കടയിൽ ഒരാളിൽ നിന്നുള്ള കമാൻഡുകൾ മാത്രം സ്വീകരിക്കാം. ഒന്നിലധികം ആളുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഏതാണ് അനുസരിക്കുക, അയാൾ പറഞ്ഞത് കേൾക്കണം, ഇയാൾ പറഞ്ഞത് കേൾക്കണം എന്നാണ്, ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഒരു കീഴ് ജീവനക്കാരൻ ഒരു മേധാവിൽ നിന്ന് മാത്രമേ കൽപ്പനകൾ ലഭിക്കാവൂ എന്ന തത്വത്തിൽ പറയുന്നത്. ഒന്നിൽ കൂടുതൽ മേധാവികളുണ്ടായ പരസ്പര വിരുദ്ധമായ കൽപ്പനകൾ, ഒരേ പൊസിഷൻ ഒരേ സ്ഥാനമുള്ള ഒന്നിലധികം മാനേജർ ഒരേ സ്ഥാനത്ത് കിടക്കുകയാണെങ്കിൽ ഒരാൾ പറയുന്ന അഭിപ്രായങ്ങൾ അടുത്ത ആൾ പറയുന്നത്, അപ്പൊ കീഴ് ജീവനക്കാർക്ക് അനുസരിക്കാൻ പ്രയാസമാണ്. ഒരു മേധാവിൽ നിന്ന് മാത്രമാകുമ്പോഴാണ് കീഴ് ജീവനക്കാർക്ക് എന്ത് ചെയ്യുക, ആശയക്കുഴപ്പമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഒരേ ലക്ഷ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്ലാനും അതേപോലെ തന്നെ ഒരു തലവനും ഉണ്ടാകണം എന്നാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ യൂണിറ്റി ഓഫ് കമാൻഡിൽ നിന്ന് വ്യത്യസ്തമാണ്. ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ഒന്നാകെ എടുത്തുള്ളതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ്? ജീവനക്കാരുടെ കൃത്യനിർവഹണം. പിന്നെ പറയുന്നത് വ്യക്തി താല്പര്യം പൊതു താല്പര്യത്തിന് വിധേയമാകണമെന്ന് പറയുന്നത്. അതായത് സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾക്കാൾ പ്രധാനമാണ് പൊതുവായ താല്പര്യം എന്ന് ഹെൻറി ഫയോൾ എന്നുള്ളതാണ് പറയുന്നത്. നമ്മളൊരു സ്ഥാപനം ജോലി എടുക്കുമ്പോൾ നമുക്ക് മാത്രം ഗുണം ഉണ്ടാകണം, ശമ്പളം കിട്ടണം, എൻ്റെ കാര്യം കഴിഞ്ഞ് ഇവിടുന്ന് പോകണം എന്ന് ചിന്തിക്കാതെ ഇത് എൻ്റെ സ്ഥാപനമാണ്, ഇവിടെ നല്ല രീതിയിൽ ഉൽപാദനം നടക്കണം, നല്ല സൽപ്പേര് കിട്ടണം, നല്ല രീതിയിൽ പ്രവർത്തിക്കണം, നല്ല രീതിയിൽ സഹകരിച്ച് പോകണം എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടതെന്നാണ് ഫയോൾ പറയുന്നത്. പിന്നെ റെമ്യൂണറേഷൻ, ജീവനക്കാർക്കുള്ള പ്രതിഫലമാണ്. ജീവനക്കാർക്കുള്ള പ്രതിഫലം നീതിക്കും ന്യായത്തിനും നിരക്കുന്ന ആണെന്ന്. ഏൽപ്പിച്ച ജോലി, ജീവിത ചെലവ്, തൊഴിലാളികളുടെ ക്ഷാമം, ബിസിനസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അതേ വ്യവസായത്തിൽ തത്തുല്യമായ ജോലിക്ക് നൽകി വരുന്ന ഒരു ശരാശരി വേതന നിരക്ക് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വേതന നിർണ്ണയം നടത്തുകയാണ്. ന്യായമായ പ്രതിഫലം ഉറപ്പുവരുത്തുന്ന മാർഗമാണ്. പിന്നെ വരുന്നതാണ് സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം.
ചുരുക്കം ചിലരുടെ കയ്യിൽ, അതായത് ഉന്നതതല മാനേജ്മെന്റിൽ അധികാരം കേന്ദ്രീകരിക്കുന്നതിനാണ് കേന്ദ്രീകരണം എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന അടുത്ത തത്വമാണ് സ്കോളർ ചെയിൻ ആണ്. പരമാധികാരി മുതൽ താഴേതല, ടോപ്പ് മുതൽ ലോവർ ലെവൽ വരെയുള്ള മേധാവികളുടെ ശൃംഖലയാണ് സ്കോളർ ചെയിൻ. ഫലപ്രദമായ ആശയവിനിമയം, യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ സ്കോളർ ചെയിൻ എന്നറിയപ്പെടുന്ന തട്ടുതട്ടാനുള്ള സംവിധാനം ആവശ്യമാണ് എന്ന് പറയുന്നു. പിന്നെ പറയുന്ന ഓർഡർ ആണ്. അടുത്ത മാനേജ്മെന്റ് 10ാമത്തെ തത്വം ക്രമം. ശരിയായ ജോലിക്ക് ശരിയായ ആള്, ശരിയായ സമയം, ശരിയായ സാധനം എന്നാണ് ഒരു ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ സാമൂഹ്യപരവും ഭൗതികപരവുമായ ക്രമം ഉണ്ടായിരിക്കണം. സാമൂഹ്യ ക്രമം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ സ്ഥാനം ഉണ്ടാകണമെന്നും അവർക്ക് നിശ്ചയിച്ച സ്ഥാനത്ത് ഉണ്ടാകണമെന്നാണ് സാമൂഹിക ക്രമം കൊണ്ട് പറയുന്നത്. 11ാമത്തെ തത്വമാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്, ന്യായദീക്ഷ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതിയും ദയവുമാണ്. ഒരുപോലെ ന്യായവും നീതിയോടും കൂടി പെരുമാറണമെന്ന് ഈ തത്വം അനുശാസിക്കുന്നു. കീഴ് ജീവനക്കാരോട് മേധാവികൾ നിഷ്പക്ഷമായി പെരുമാറണം. 12ാമത് പറയുന്നത് ജീവനക്കാർക്ക് ജോലി കാലാവധി സ്ഥിരതയാണ്. മാനേജർമാരുടെയും തൊഴിലാളികളുടെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റരുതെന്ന് ഫയോൾ പറയുന്നുണ്ട്. പുതിയൊരു ജോലിയായി ഇണങ്ങിച്ചേരാൻ കുറെ സമയം വരും. 13ാമത് പറയുന്നത് മുൻകൈയാണ്. ഒരു പ്ലാൻ ആലോചിച്ച് ഉറപ്പിച്ച് നടപ്പാക്കുന്നതിനെ മുൻകൈ എന്ന് പറയുന്നത്. 14ാമത് പറയുന്നത് എസ്പിരിറ്റ് ഡി ക്രോപ്സ് ആണ്. യൂണിയൻ ഈസ് സ്ട്രെങ്ത് ആണ്. ഐക്യമാണ് ബലം എന്നാണ് ഈ തത്വത്തിന്റെ അർത്ഥം. തൊഴിലാളികൾക്കിടയിൽ ഐക്യബോധം വളർത്തി സഹകരണ മനോഭാവത്തോടെ പണിയെടുക്കാൻ തൊഴിലാളികളെ പ്രേരിപ്പിക്കുന്നതിന് മാനേജർ ആകുന്നതെല്ലാം ചെയ്യണമെന്നാണ് ഫയോൾ പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്. അതിനു മുമ്പ് നമ്മൾ 14 പ്രിൻസിപ്പിൾ നമുക്ക് ഓർത്തിരിക്കാൻ ഒരു വേർഡ് ഉണ്ട്. അത് ഞാൻ പറയുന്നത് ഡാഡി യൂസ് റോസ് കപ്പ്. എല്ലാവരും അത് എഴുതി വെക്കാം. 14 പ്രിൻസിപ്പിൾ ചിലപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പ്രയാസമാണെങ്കിൽ ഈ ഒരു വേർഡ് പഠിച്ചാൽ മതി. ഡാഡി യൂസ് റോസ് കപ്പ്. അതിൽ ഡാഡിയിലെ ഡി എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക്, എ എന്ന് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡി എന്ന് പറയുന്നത് ഡിസിപ്ലിൻ, ഐ എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ്. പിന്നെ യൂസ് എന്നുള്ളതിൽ യു എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷന്, എസ് എന്ന് പറയുന്നത് സ്കോളർ ചെയിൻ, ഇ ഇക്വിറ്റി. ഇനി ആർ എന്ന് പറയുന്നത് റോസിലെ ആർ എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ, ഒ എന്ന് പറയുന്നത് ഓർഡർ, എസ് എന്ന് പറഞ്ഞാൽ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു എന്താണ് പറയുന്നത്, ഇ എന്ന് പറയുന്നത് എക്സ്പിരിറ്റ് ഡി ക്രോപ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വാട്ട് ആർ ദ ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? FW ടൈലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവായി. വൺ വേർഡിന് ചോദിക്കും. അദ്ദേഹം കണ്ടെത്തിയ തത്വങ്ങൾ: 1 വർക്ക് സ്റ്റഡീസ്, 2 മെത്തേഡ് സ്റ്റഡീസ്, 3 മോഷൻ സ്റ്റഡീസ്. ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന വർക്ക് സ്റ്റഡീസ് ആണ്. ഒരു എന്റർപ്രൈസിലെ വിവിധ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള സംഘടിതവും വസ്തുനിഷ്ഠവും വിശകലനവും നിർണായകമായ വിലയിരുത്തലിനെ വർക്ക് സ്റ്റഡി കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനത്തെ അതിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പരിശോധിക്കുന്നതിനും വ്യവസ്ഥാപിതമായി നയിക്കുന്നതുമായ സാങ്കേതിക വിദ്യകളുടെ പൊതുവായ പദമാണ്. പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയെയും സമ്പദ് വ്യവസ്ഥയും ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അന്വേഷണമാണ്. വർക്ക് സ്റ്റഡിയിൽ ഉൾപ്പെടുന്ന ടെക്നിക്കുകളാണ്: 1 മെത്തേഡ് സ്റ്റഡി, പഠന രീതി. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ച രീതി അറിയുന്നതിനാണ് ഈ പഠനം നടത്തുന്നത്. മെറ്റീരിയലുകളിലൂടെ സഞ്ചരിക്കുന്ന ദൂരം കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുന്നു. കൂടാതെ അസംസ്കൃത വസ്തുക്കളെയും ചരക്കുകളെയും കൈമാറ്റം ചെയ്യല്, ഗതാഗതം എന്നിവ മെച്ചപ്പെടുന്നു. 2ാമതാണ് മോഷൻ സ്റ്റഡി, ചലനാത്മകപരമായ പഠനമാണ്. ഒരു ജോലി നിർവഹിക്കുന്നതിന് ഒരു തൊഴിലാളി നടത്തുന്ന ചലനത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സാങ്കേതികതയാണ് ചലനാത്മക പഠനം. ഉപയോഗശൂന്യമായ ചലനങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനുള്ള മികച്ച രീതി കണ്ടെത്തുന്നതിനുള്ള ഒരു ഓപ്പറേറ്ററുടെയോ യന്ത്രത്തിന്റെയോ ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഇതിലൂടെ ഒരു ജോലിയുടെ ചില ഘടകങ്ങൾ ഇല്ലാതാക്കാനോ സംയോജിപ്പിക്കാനോ ആവശ്യമനുസരിച്ച് പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താനോ കഴിയും. 3ാമത് ടൈം സ്റ്റഡി ഓഫ് വർക്ക് മെഷർമെന്റ് ആണ്. സമയ പഠനം അല്ലെങ്കിൽ തൊഴിലിന്റെ അളവ്. ന്യായമായ കഴിവുകളും ഒരു ജോലിയുടെ ഓരോ ഘട്ടങ്ങളും നിർവഹിക്കാനും കഴിവുള്ള ജോലിക്കാരന് ആവശ്യമായ സമയം നിരീക്ഷിക്കുന്നതിനും റെക്കോർഡ് ചെയ്യുന്നതിനുമുള്ള സാങ്കേതികയാണ് സമയപഠനം. സമയപഠനത്തിലൂടെ ഒരു മനുഷ്യന്റെ ജോലിയുടെ ഓരോ ഘട്ടത്തിലും ആവശ്യമായ കൃത്യമായ സമയം നിർണ്ണയിക്കപ്പെടുന്നു. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ ആവശ്യമായ സ്റ്റാൻഡേർഡ് സമയം പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട്. അടുത്താണ് ഫാറ്റിഗ് സ്റ്റഡി, ക്ഷീണപഠനം.
ശാരീരികവും മാനസികവുമായ ക്ഷീണം തൊഴിലാളികളുടെ ആരോഗ്യത്തെയും കാര്യക്ഷമതയും പ്രതികൂലമായി ബാധിക്കുന്നു. തൊഴിലാളികളിൽ ക്ഷീണം കുറയ്ക്കാൻ ക്ഷീണപഠനം സഹായിക്കുന്നു. വിശ്രമമില്ലാതെ ദീർഘനേരം ജോലി സമയം, ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങൾ, അമിതമായ സ്പെഷ്യലൈസേഷൻ, മോശം ജോലി സാഹചര്യങ്ങൾ എന്നിവയാണ് തളർച്ച കാരണം. തൊഴിലാളികളുടെ പ്രവർത്തനക്ഷമത നിലനിർത്തുക എന്നാണ് തളർച്ചാ പഠനത്തിന്റെ ലക്ഷ്യം. അടുത്താണ് സ്റ്റാൻഡർഡൈസേഷൻ. ഉപകരണങ്ങളുടെയും സംയോജിത ഉപകരണങ്ങളുടെയും സ്റ്റാൻഡർഡൈസേഷൻ, കോസ്റ്റ് സിസ്റ്റം, മറ്റ് നിരവധി ഇനങ്ങൾ എന്നിവ ടൈലർ വാദിച്ചു. തൊഴിലാളികൾക്ക് നിലവാരമുള്ള തൊഴിൽ അന്തരീക്ഷവും ഉൽപാദന രീതിയും നൽകാൻ ശ്രമിക്കണം. വസ്തുക്കളുടെ കേടുപാടുകൾ, പാഴാക്കൽ എന്നിവ കുറക്കുന്നതിനും സ്റ്റാൻഡർഡൈസേഷൻ സഹായിക്കും. പിന്നെ വരുന്നതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. ഫാക്ടറി സ്പെഷ്യലൈസേഷൻ ഏർപ്പെടുത്തണമെന്ന് ടൈലർ വാദിച്ചു. ഇതിനായി അദ്ദേഹം ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. നിരവധി സ്പെഷ്യലിസ്റ്റ് ഫോർമാൻ ഒരു തൊഴിലാളിയുടെ മേൽനോട്ടം ഉൾക്കൊള്ളുന്ന ഓർഗനൈസേഷന്റെ ഒരു രൂപമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഉപയോഗിച്ച് തൊഴിലാളികളുടെ ഗുണനിലവാരം ഉയർത്തുക എന്നാണ് ലക്ഷ്യം. പ്രവർത്തനപരമായ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കാൻ ഒരൊറ്റ ഫോർമാൻ മതിയില്ലെന്ന് ടൈലർ വിശ്വസിച്ചു. അടുത്താണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്ലാൻ. വളരെ കാര്യക്ഷമമായ തൊഴിലാളികളെ ആകർഷിക്കാൻ ടൈലർ ഈ പദ്ധതി നിർദ്ദേശിച്ചു. ഈ പ്ലാൻ അനുസരിച്ച് 2 തരം വർക്ക് റേറ്റുകളും, ഒന്ന് കുറവും മറ്റൊന്ന് കൂടുതലാണ്. കാര്യക്ഷമതയുടെ നിലവാരം നിർണ്ണയിക്കുന്നത് ഒരു ദിവസത്തിലെ യൂണിറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സമയമാണ്. സ്റ്റാൻഡേർഡ് സമയത്തിനുള്ളിൽ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നത്തെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ തുക നൽകി വരുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാം. ഇനി ഇതിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് എടുക്കുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് ഓൺലൈനായി മൊബൈലിൽ കമ്പ്യൂട്ടറിലേക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന SSLC +2 നമ്മൾ നൽകുന്നുണ്ട്. ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.